ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡീമൺ സ്ലേയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് അനിമി സീരീസിന്റെ സീസൺ 1 അതിലെ 6th എപ്പിസോഡാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ താൻജറോയ്ക്ക് വാളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് പുറമെ തന്നെ താൻജറോയുടെ കാക്ക വന്ന് നമ്മുടെ താൻജറോയ്ക്ക് ഫസ്റ്റ് അസൈൻമെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകുന്നതിന് തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡ് തുടക്കം തന്നെ നമ്മുടെ താൻജറോ ഫസ്റ്റ് അസൈൻമെന്റിന് വേണ്ടി അവൻ പുറപ്പെടാൻ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഡീമൺ സ്ലേയർ ക്രോപ്പ് അവന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഐക്കോണിക് സൂട്ടായ ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ചെക്ക് ഷൂട്ട് അവൻ ഇടുന്നത്. ഇതേ സമയത്താണ് മാസ്റ്റർ ഒറോക്കോടാക്കി അവനോട് പറയുന്നത്, നീ ഇപ്പോൾ ഒഫീഷ്യലി ഒരു ഡീമൺ സ്ലേയർ ആയി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം. ഡീമൺ സ്ലേയർ ക്രോപ്പ് നിനക്ക് തന്ന ഈ സൂട്ട് അതൊരു പ്രത്യേകം തരം ഫൈബർ കൊണ്ട് ഉണ്ടാക്കിയ സൂട്ടാണ്. ഇത് വാട്ടർ റെസിസ്റ്റന്റും ആണ്, അതുപോലെ തന്നെ പെട്ടെന്ന് തീയും പിടിക്കത്തില്ല. വളരെ ലൈറ്റ് വെയിറ്റും ആണ്. വളരെ ശക്തമായിട്ടുള്ള ആയുധം കൊണ്ട് മാത്രമേ ഇതിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു പോറൽ പോലും സംഭവിക്കത്തില്ല. പിന്നെ നിനക്ക് കിട്ടിയ കട്ടാര ഇത് ഓരോരുത്തരും ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് ഇതിന്റെ കളറിന് വ്യത്യാസം വരുന്നത്. അതായത് നിനക്ക് ബ്ലാക്ക് ആണ് കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് അറിയാം. പിന്നെ ഈ വാൾ വേറൊരാൾ യൂസ് ചെയ്യുകയാണ്, അയാളുടെ ക്യാരക്ടറിനനുസരിച്ച് ഈ വാളിന്റെ കളറും മാറും. അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ താൻജറോയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് നെസ്കോയെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു പെട്ടി കൊടുക്കുകയാണ് മാസ്റ്റർ ഒറോക്കോടാക്കി. ആ പെട്ടിയും പ്രത്യേക തരത്തിലുള്ള മരം കൊണ്ട് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് ആ പെട്ടി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അങ്ങനെ താൻജറോ ആ പെട്ടി എടുത്ത് നോക്കിയിട്ട് മാസ്റ്റർ ഒറോക്കോടാക്കിയോട് പറയും, നന്ദിയുണ്ട്. അങ്ങനെ നെസ്കോയുടെ താൻജറോ പറയുന്നു ആ പെട്ടിക്ക് അതിലോട്ട് കയറാൻ. നെസ്കോ അതിന്റെ അതിലോട്ട് കയറുന്നു. അങ്ങനെ താൻജറോ അവിടുന്ന് പുറപ്പെടാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ മാസ്റ്റർ ഒറോക്കോടാക്കി താൻജറോട് സൂക്ഷിച്ചു പോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് യാത്രയാക്കുകയാണ്. അങ്ങനെ അവരവിടുന്ന് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ പൊക്കോണ്ടിരുന്ന സമയത്ത് താൻജറോ നിസ്കോയോട്, ഹേ നിസ്കോ, നീ ഓക്കെ അല്ലേ, നീ എന്തുവാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. നിസ്കോ ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴാണ് താൻജറോയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. നമ്മുടെ മാസ്റ്റർ ഒറോക്കോടാക്കി താൻജറോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നിസ്കോ ഉറങ്ങാൻ നേരത്താണ് നമുക്ക് പവർ കിട്ടുന്നത്. അങ്ങനെ അത് ആലോചിച്ചുകൊണ്ട് നടക്കുവാണ് അങ്ങനെ താൻജറോ ആ ഗ്രാമത്തിൽ എത്തുന്ന സമയത്ത് അവിടെ ഒരുപാട് പേര് ചർച്ചയിലാണ്. ഇന്ന് ആരായിരിക്കും രാത്രി കാണാതെ പോകുന്നതെന്ന് പറഞ്ഞ് അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇതേ സമയത്താണ് അതുവരെ ഒരാൾ നടന്നു പോകുന്നത്. ഇയാളെ ഗ്രാമത്തിലുള്ള ആൾക്കാർ കണ്ടിട്ട് പറയുന്നുണ്ട്, ഇയാളോടെ നടന്ന പെണ്ണിനെയാണ് കഴിഞ്ഞ ദിവസം കാണാതെ പോയത്. ഇത് നമ്മുടെ താൻജറോ കേൾക്കുവാണ്. താൻജറോ അയാളുടെ അടുത്ത് എന്നിട്ട് ചോദിക്കുകയാണ്, ഇന്നലെ നിങ്ങളോട് നടന്ന പെൺകുട്ടിയാണോ കാണാതെ പോയത്? അവൾ എവിടെ വെച്ചാണ് കാണാതെ പോയത് എന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ താൻജറോ. ഇത് കേട്ട അയാൾ പെണ്ണിനെ കാണാതെ പോയ സ്ഥലത്തോട്ട് താൻജറോയെ കൊണ്ട് പോവുകയാണ്. താൻജറോ അവിടെ ചെന്ന ഉടനെ അവിടെ സ്മെല്ല് ചെയ്ത് നോക്കുവാണ്, ഇവിടെ ഡീമന്റെ സ്മെല്ല് വല്ലതും ഉണ്ടോ. ഇത് കണ്ട് താൻജറോയുടെ കൂടെ വന്ന ആൾ ആലോചിക്കുവാണ്, ഇയാൾ എന്തോ കാണിക്കും, ഇയാൾ എന്തോ ഇവിടെ എന്തോ സ്മെല്ല് ചെയ്ത് നോക്കുന്നതെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ. ഇതേ സമയം തന്നെ നമ്മുടെ താൻജറോയ്ക്ക് ഡീമന്റെ സ്മെല്ല് അവിടെ നിന്ന് കിട്ടും. ആ ഡീമൻ എങ്ങോട്ടാണ് പോയെന്ന് താൻജറോയ്ക്ക് മനസ്സിലാവുന്നു. അങ്ങനെ താൻജറോ ആ സ്മെല്ല് ഫോളോ ചെയ്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. സമയം രാത്രിയാവുന്നു. നമ്മുടെ താൻജറോയുടെ കൂടെ വന്ന ആൾ പറയുന്നു, ഇനി നമുക്ക് നാളെ നോക്കിയപ്പോൾ ഇപ്പൊ സമയം രാത്രി. ഇത് കേട്ട് താൻജറോ പറയാണ്, രാത്രിയിലാണ് അവരൊക്കെ വരുന്നത്. അത് കേട്ട അയാൾ ആര് വരുന്ന കാര്യമാണ് ഇയാൾ പറയുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇതേ സമയം തന്നെ നമ്മുടെ താൻജറോയ്ക്ക് അവിടുന്ന് ഒരു സ്മെല്ല് വരും. താൻജറോയ്ക്ക് മനസ്സിലാവുന്നു ഇന്ന് രാത്രി ഡീമൻ ഇവിടെയാണ് വരാൻ പോകുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ താൻജറോയുടെ മുന്നിലുള്ള വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ഉറങ്ങാൻ വേണ്ടി പൊക്കോണ്ടിരിക്കും. പെട്ടെന്ന് ഇതാ പെൺകുട്ടിയുടെ പുറകിൽ നിന്ന് ഒരു നിഴൽ ഫോളോ ചെയ്യും. പെൺകുട്ടി ഉറങ്ങുന്ന സമയത്ത് വാട്ടർ ഡൈമെൻഷനിൽ നിന്ന് വന്നൊരു ഡീമൻ വാട്ടർ ഡൈമെൻഷനിലോട്ട് ആ പെൺകുട്ടിയെ കൊണ്ടുപോകും. ഈ കാര്യം നമ്മുടെ താൻജറോയ്ക്ക് മനസ്സിലാവും. അങ്ങനെ താൻജറോ ആ പെൺകുട്ടിയുടെ വീടിന്റെ അടുത്തോട്ട് ഓടി ചെല്ലുവാണ്. ഇത് കണ്ട അയാൾ ഇവൻ എന്തോ ഇത്രയും സ്പീഡിൽ ഓടുന്നത്, ഇനി ഇവൻ ഡീമൺ സ്ലേയർ വല്ലതും ആണോ എന്ന് ചിന്തിക്കുമ്പോഴേക്കും ഇതേ സമയം തന്നെ നമ്മുടെ താൻജറോ മുകളിലോട്ടിയാണ്. വളരെ ഹൈറ്റിൽ ചാടിയ താൻജറോയെ കണ്ടിട്ട് അയാൾക്ക് മനസ്സിലാവാണ് ഇവൻ ഡീമൺ സ്ലേയർ ആണ്. അങ്ങനെ താൻജറോ ഒരു സ്ഥലത്തെത്തുന്നു. താൻജറോയ്ക്ക് മനസ്സിലാവാണ് ഇവിടാണ് ആ ഡീമൺ ഉള്ളത്. താൻജറോയുടെ വാൾ ഉപയോഗിച്ച് നിലത്തോട്ട് കുത്തുന്ന സമയത്ത് നമ്മുടെ വാട്ടർ ഡൈമെൻഷന്റെ വരി അവിടെ തുറന്നു വരും. അതിൽ നിന്ന് താൻജറോ ആ പെൺകുട്ടിയെ രക്ഷിക്കുകയാണ്. ഇതേ സമയത്താണ് നമ്മുടെ താൻജറോ മാസ്റ്റർ ഒറോക്കോടാക്കി പറയുന്നത്, അതായത് ബ്ലാക്ക് സോൾഡ് അഥവാ ബ്ലാക്ക് വാള്. ഈ വാള് വെച്ച് ഒത്തിരി അധികം ഡൈമെൻഷൻസ് നമുക്ക് തുറക്കാൻ പറ്റും. അത്രയും പവർഫുൾ ആണ് ഈ ബ്ലാക്ക് വാള്. ഇപ്പൊ അത് താൻജറോയ്ക്ക് മനസ്സിലാക്കാൻ കണ്ട് ആ ഡീമൺ ഒരു പ്രത്യേകതര സൗണ്ട് ഉണ്ടാക്കി തിരിച്ച് അവന്റെ വാട്ടർ ഡൈമെൻഷനിലോട്ട് തന്നെ പോകും. താൻജറോയുടെ കൂടെ വന്ന ആളോട് പറയുന്നത്, ഈ പെൺകുട്ടിയെ നീ ഒന്ന് സൂക്ഷിച്ചു പിടിക്കണം, നീ എന്റെ കൂടെ തന്നെ നിൽക്കണം, എന്നെ വിട്ട് പോരുന്നത് താൻജറോ പറഞ്ഞതുപോലെ തന്നെ താൻജറോയുടെ പുറകിൽ അയാൾ നിൽക്കുന്നു. അങ്ങനെ താൻജറോ ആ ഡീമൻ എവിടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ താൻജറോയുടെ പുറകിൽ ആ ഡീമൻ ഉണ്ടായിട്ട് തോന്നുന്നു. താൻജറോ വാട്ടർ ബ്രീത്തിങ് 5th ഫോം എന്ന് പറഞ്ഞിട്ട് ആ ഡീമന്റെ അടുത്തോട്ട് ചെല്ലുന്നു. അപ്പോഴാണ് താൻജറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, വേറെ 2 ഡീമൻ എക്സ്ട്രാ വന്നിട്ട് അങ്ങനെ 3 ഡീമൻസിനെ ഇല്ലാതാക്കാൻ വേണ്ടി താൻജറോ മുകളിലോട്ട് ആടുന്നു. പിന്നീട് താൻജറോ പറയുന്നു വാട്ടർ ബ്രീത്തിങ് 8th ഫോം ആ ഡീമൻസിന്റെ മേളിലോട്ട് അങ്ങ് വാൾ വീശുവാണ്. അപ്പോഴാണ് മാസ്റ്റർ റോക്കോടാക്കി താൻജറോയുടെ ഒരു കാര്യം പറയുന്നത് നമുക്ക് കേൾപ്പിച്ചു തരുന്നത്, തിരിച്ച് മനുഷ്യനാക്കണമെങ്കിൽ അത് ഒരാളെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അയാൾ ഒരു ഡീമനായിരുന്നു, ഇപ്പം മനുഷ്യനായിട്ട് മാറിയിട്ടുണ്ട്. അയാൾ മാത്രമേ മനുഷ്യനായിട്ട് മാറിയിട്ടുള്ളൂ. അയാളെ കൊണ്ട് മാത്രമേ നെസ്കോനെ തിരിച്ച് മനുഷ്യനാക്കാനും പറ്റൂ. എന്നാൽ അയാളാണ് നെസ്കോനെ ഡീമനാക്കി മാറ്റിയത്. അയാളെ നീ കണ്ടുപിടിക്കണം. അയാളാണ് ഡീമൻസിന്റെ ഒക്കെ രാജാവ്. അയാളുടെ പേര് അങ്ങനെ താൻജറോ വാട്ടർ ബ്രീത്തിങ് 8th ഫോം എന്ന് പറഞ്ഞുകൊണ്ട് ആ 3 ഡീമന്റെയും കൈകൾ അങ്ങ് വെട്ടു. എന്നാൽ കൈകൾ വെട്ടിയിട്ട് ഒരു കാര്യവും ഇല്ലെന്നുള്ള കാര്യം നമ്മുടെ താൻജറോയ്ക്ക് അറിയാം. അങ്ങനെ താൻജറോ മനസ്സിൽ വിചാരിക്കുവാണ്, എന്റെ ഫാമിലിയെ നശിപ്പിച്ച, എന്റെ സിസ്റ്ററിനെ ഒരു ഡീമനാക്കിയ ആ മൂസാൻ കിബിക്സൂബിയെ ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് താൻജറോയുടെ പുറകിലൂടെ ഒരു ഡീമൻ വരുന്നത്. ആ ഡീമനെ കൊല്ലാൻ വേണ്ടി താൻജറോ വാട്ടർ ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്യുവാണ്.
എന്നാൽ ടാൻസറോയ്ക്ക് വീണ്ടും മിസ്സാവുന്നു. ആ ഡീമന്റെ ഷോൾഡർ ആണ്. അതേസമയം ആ ഡീമൻ 3 സൈഡിൽ നിന്നും ടാൻസറോയെ വളഞ്ഞിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ടാൻസറോയുടെ കൂടെ നിന്ന ആള് ചോദിക്കുവാണ്, ഇന്നലെ എൻ്റെ കൂടെ നിന്ന പെൺകുട്ടിയെ നിങ്ങൾ എന്തുവാണ്? ഇത് കേട്ട ഒരു ഡീമൻ മറുപടി പറയുന്നു, ഇത് ഞാൻ കൊന്ന പെൺകുട്ടികളുടെ സംഭവങ്ങളാണ്. ഇതിൻ്റെ അതിലുള്ള ഏത് പെൺകുട്ടി? ഇന്നലെ കൊന്ന ഈ ചുവന്ന സാധനമല്ലേ, ഈ ചുവന്ന സാധനം ഇട്ടിരുന്ന പെൺകുട്ടിയാണോ നിന്നെ ഉദ്ദേശിച്ച ആ പെൺകുട്ടീനെ ചോദിക്കുവാണ്. അവളെയൊക്കെ ഞാൻ എപ്പോഴേ കൊന്നു എന്നാ ഡീമൻ പറയുന്നു. ഇത് കേട്ട് അവന് നല്ല രീതിയിൽ സങ്കടമാവുന്നുണ്ട്. അവന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ തലയിലുള്ള ഒരു സംഭവമാണ് ആ ഡീമൻ ഇവനെ കാണിച്ചു കൊടുക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ ഇവന് ഭയങ്കരമായിട്ട് വിഷമം വരുന്നു. എന്നാൽ ടാൻസറോയ്ക്കും ആ വിഷമം മനസ്സിലാവും. കാരണം അവന്റെ ഫാമിലിയെ മൊത്തം കൊന്നത് ഒരു ഡീമനാണ്. അത് ടാൻസറോ ഒന്ന് ആലോചിച്ചു. ഇതേ സമയം തന്നെ നമ്മുടെ ടാൻസറോടെ പുറകിൽ നിന്നൊരു ഡീമൻ വരികയാണ്. ടാൻസറോ ആദ്യം ഒന്നും ഇത് മനസ്സിലാക്കുന്നില്ല. ടാൻസറോ തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും ആ ഡീമൻ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് ആ പെട്ടിക്കകത്ത് നെസ്കോ ആ ഡീമൻ ഇട്ട് ഒറ്റ ചവിട്ട് കൊടുക്കുന്നത്. ഡീമൻ തെറിച്ചു പോയി താഴെ. ഇത് കണ്ട് ടാൻസറോ നിസ്കോ എന്ന് വിളിക്കുക. ഇതേ സമയത്ത് തന്നെ ഒരു ഡീമൻ ആലോചിക്കുവാണ്, ഇവിടെ ഇപ്പോൾ എന്തോ സംഭവിക്കുന്നത്? ഒരു മനുഷ്യൻ്റെ ഒരു ഡീമനോ? അവൾ അവിടെ എന്തുവാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നെസ്കോ ടാൻസറോ രക്ഷിച്ച ആ രണ്ടുപേരെ നോക്കുവാണ്. നോക്കാൻ നേരത്തെ അവർക്ക് തോന്നുന്നത് അവിടെ അനിയത്തിയും അനിയനുമായിട്ടാണ്. ഇതേസമയം നമ്മുടെ ടാൻസറോ മാസ് ഉറോക്കുടാക്കി പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുവാണ്. നിന്റെ അനിയത്തി ഉറങ്ങാൻ നേരത്താണ് അവൾക്ക് ശക്തി കിട്ടുന്നത്. അതുപോലെ തന്നെ അവൾക്കറിയാം അവിടെ കുടുംബം നശിപ്പിച്ചത് ഡീമനാണെന്ന്. അതുകൊണ്ട് തന്നെ ഡീമൻസിനെയൊക്കെ ഒരു എനിമിയായിട്ടാണ് അവൾ കാണുന്നത്. അതുപോലെ നിനക്ക് നല്ല രീതിയിലുള്ള യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഡീമൺ സ്ലേയേഴ്സിനെക്കാട്ടി കൂടുതൽ ഡീമനെ അറിയാവുന്നത് ഒരു ഡീമൻ ആയിരിക്കുമല്ലോ. ഇതേ സമയം തന്നെ നമ്മുടെ നെസ്കോ ഓടിച്ചെന്ന് ആ ഡീമനെ താലക്കിടണം കൊടുക്കുവാണ്. ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് അനിമി സീരീസിന്റെ സീസൺ 1 അതിലെ എപ്പിസോഡ് നമ്പർ 6 തീരുന്നു. സോ നിങ്ങൾ ഇതുവരെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് ഈ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത എപ്പിസോഡ് വരാം. ഓക്കെ, ബൈ.